Hi friends, welcome back to Inspire the Pioneer online classes. Today we are about to discuss a new chapter, the fourth chapter of NCERT grade 12, that is moving charges and magnetism. A very interesting chapter. See, moving charges. In the first two chapters, we were discussing about the first two chapters of electrostatics. We were discussing about stationary charges. And all the time we were talking about the charges at rest, the electric field produced by the charges, the force experienced by a charged particle in an electric field, electrostatic potential, and so on. First two chapters, we stationary charges discuss. Third chapter, we moving charges, flow of charges, flow of charges electric current discuss. Current electricity in the chapter. And in this chapter, we are going to discuss about moving charges and magnetism. In this chapter, we will discuss the relationship between moving charges and magnetism, how these moving charges and magnetism are related. Okay, listen, 1820, the whole scientific world used to believe that electricity and magnetism are two entirely different branches of science. Electricity and magnetism in science in entirely different branches on 1820 the whole scientific world vicharichirunnu. 1820 Hans Christian Ørsted എന്ന സയന്റിസ്റ്റ് ആണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അതൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇന്ന് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ച് കളയാം അങ്ങനെ കണ്ടുപിടിച്ചതല്ല. അദ്ദേഹം ഒരു എക്സ്പെരിമെന്റൽ ഡെമോൺസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിഡന്റലി ഒബ്സർവ് ചെയ്ത ഒരു ഫിനോമിനൻ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ ഒരു കണ്ടക്ടർ ഉണ്ടായിരുന്നു, കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്. അതിന്റെ വിസിനിറ്റിയിൽ, അതിന്റെ പരിസരത്ത് ഒരു കോമ്പസ് നീഡിൽ ഉണ്ടായിരുന്നു. ഒരു കോമ്പസ് നീഡിൽ, നിങ്ങൾക്കറിയാം എന്താണ് ഒരു കോമ്പസ് നീഡിൽ എന്ന്. A compass needle is a small device which can be used to detect the presence of a magnetic field, and it also gives the direction of magnetic field. വെറുതെ ഒരു കോമ്പസ് നീഡിൽ ഇങ്ങനെ വെച്ചാൽ അത് ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കും. വേറൊരു മാഗ്നറ്റിക് ഫീൽഡ്, വേറൊരു മാഗ്നറ്റ് അതിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ആ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ച് അത് അലൈൻ ചെയ്യും. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സ്മോൾ ഡിവൈസ് ആണ് കോമ്പസ് നീഡിൽ. പണ്ട് കാലത്ത് നാവിഗേഷന് വേണ്ടിയിട്ടൊക്കെ കോമ്പസ് നീഡിൽ ഉപയോഗിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. സോ എന്തായാലും അങ്ങനെ ഒരു കോമ്പസ് നീഡിൽ ഉണ്ടായിരുന്നു ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ അടുത്ത്. അപ്പൊ അദ്ദേഹം ഒബ്സർവ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ കോമ്പസ് നീഡിൽ ചെറിയ വൈബ്രേഷൻസ്, ചെറിയ ഡിഫ്ലക്ഷൻസ് കാണിക്കുന്നു. ഈ ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിന്ന് മാറിയിട്ട് വേറൊരു ഡയറക്ഷനിലോട്ട് അത് അലൈൻ ചെയ്തിരിക്കുന്നു. കോമ്പസ് നീഡിൽ എപ്പോഴാണ് ഡിഫ്ലക്ട് ചെയ്യുക? ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്? അവിടെ വേറെ മാഗ്നറ്റ്സ് ഒന്നും നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയായിരിക്കും ആ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഊഹിച്ചു, ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ടാവാം. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിലായിരിക്കാം ഒരു പക്ഷേ ആ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ ഒരു ഒബ്സർവേഷന്റെ ബേസിസിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുകയും കൂടുതൽ സ്റ്റഡീസ് നടത്തുകയും ആ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ്സിന്റെ ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഒരു സെല്ല് എടുത്തു, ഒരു സെല്ല്, ഒരു കണ്ടക്ടർ, ആ സെല്ല് ഇതാ ഒരു കീ ഉണ്ട്. ആ കീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിലൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും. ആ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പസ് നീഡിൽ ഇങ്ങനെ അകലെ നിന്ന് അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. അത് അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് ആ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ഷൻ കൂടി വരുന്നുണ്ട്. വേറൊരു ഡയറക്ഷനിൽ, പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ആ കോമ്പസ് നീഡിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കോമ്പസ് നീഡിൽ സപ്പോസ് ഇവിടെ നിൽക്കുന്ന സമയത്ത് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് കോമ്പസ് നീഡിൽ ഇങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്നത് വിചാരിക്കുക. ഈ പൊസിഷനിലാണ് കോമ്പസ് നീഡിൽ അലൈൻ ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അദ്ദേഹം എന്ത് ചെയ്തു? ആ ബാറ്ററിയുടെ ആ സെല്ലിന്റെ ഡയറക്ഷൻ മാറ്റി, പൊളാരിറ്റി മാറ്റി. എന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആയി. അപ്പൊ എന്താവും? കറണ്ടിന്റെ ഡയറക്ഷൻ മാറും. ഇങ്ങനെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറിയ സമയത്ത് കോമ്പസ് നീഡിലെ ഡിഫ്ലക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയി. അങ്ങനെ ഇദ്ദേഹം ഇതിലൂടെ മനസ്സിലാക്കിയ എന്താന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താ കറണ്ട് എന്ന് വെച്ചാല്
ഫ്ലോ ഓഫ് ചാർജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലോ ഓഫ് ചാർജസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. ചാർജസിന്റെ ഫ്ലോ കാരണമാണ്, അല്ലെങ്കിൽ മൂവിങ് ചാർജസ് ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ആ മൂവിങ് ചാർജസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നത്. അതുവരെ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഈ ഒരു ഡിസ്കവറി നമ്മുടെ ലൈഫിൽ, ഈ വേൾഡിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ബേസിസിലാണ് ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സ്പീക്കറിന്റെ വർക്കിങ്ങിന്റെ പുറകിൽ വരെ ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഇതാ ഇവിടെ നിന്ന്. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററോട് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, സോ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ ദിസ് വി ക്യാൻ സേ ദാറ്റ് the magnetic effect of electric current was discovered by Hans Christian Ørsted in 1820. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നോട്ട്ബുക്കും പേനും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ടുണ്ടാവും, ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ താഴെ നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ് നിങ്ങൾ അതുപോലെ എഴുതി വെച്ചോളൂ. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് 3, 2, 1. The magnetic effect of electric current was discovered by Hans Christian Ørsted. Just H.C. Ørsted എന്ന് എഴുതിയാൽ മതി. The magnetic effect of electric current was discovered by H.C. Ørsted in 1820. In 1820, he showed that moving charges (bracketly electric current) produces a magnetic field around it. Moving charges (bracketly electric current) produce a magnetic field around it. Okay, ready? So അതാണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ്. ഇലക്ട്രിക് കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാ. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ഫീൽഡ് ആണ്. ഒരു റീജിയനിൽ ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആ എല്ലാ ഇലക്ട്രിക് ഫീൽഡിന്റെയും വെക്റ്റർ സമ്മാനിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഒബേസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ്, നിങ്ങൾ അതിന്റെ താഴെ ഒരു സ്റ്റാർ കൊടുത്താണ്ട് എഴുതിച്ചോളൂ. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? ഒരു വെക്റ്റർ ഫീൽഡ് ആണ്. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് പറയണം, ഡയറക്ഷനും പറയണം. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ഫീൽഡ്. സോ ഇറ്റ് obeys the principle of superposition. Magnetic field is a vector field. It obeys the principle of superposition. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സപ്പോസ് ഇവിടെ ഒരു Q1 ചാർജ് ഉണ്ട്. Q1 ചാർജ്. ആ Q1 ചാർജിന്റെ മോഷൻ കാരണം അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് ഞാൻ B1 എന്ന് കൊടുത്തു. B ആണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ B. സോ Q1 എന്ന ചാർജിന്റെ മോഷൻ കാരണം B1 എന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. Q2 എന്ന ചാർജിന്റെ മോഷൻ കാരണം B2 ഇന്റൻസിറ്റിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. Q3 ചാർജ് കാരണം B3 ഇന്റൻസിറ്റിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുവെങ്കിൽ the net magnetic field in this region is given by V is equal to the vector sum of V1, B2 and B3. B1-ന്റെയും B2-ന്റെയും B3-യുടെയും വെക്ടർ സം ആയിരിക്കും ആ റീജിയനിൽ ഉണ്ടാകുന്ന നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടുന്ന് അങ്ങോട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സപ്പോസ് ഒരു 10 യൂണിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് 6 യൂണിറ്റ് ആണെങ്കിൽ അവിടെ 16 യൂണിറ്റ് നെറ്റ് ഇന്റൻസിറ്റി ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ 10 അങ്ങോട്ടും 6 ഇങ്ങോട്ടും ആണെങ്കിൽ അവിടെ നെറ്റ് ഇന്റൻസിറ്റി എത്ര വരിക? 4 ആയിരിക്കും വരുന്നുണ്ടാവുക. ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ഫീൽഡ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ആ ചാർജ്ഡ് പാർട്ടിക്കിള് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു. കൂളോം ഫോഴ്സ്. ഓക്കെ, സോ ആ കൂളോം ഫോഴ്സ് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന സമയത്ത് ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡ് മറ്റേ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്.
അതുപോലെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മോഷൻ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ആ ഭാഗത്തുള്ള മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ആ ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫോഴ്സ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ, ഐ മീൻ എ മൂവിംഗ് ചാർജ്, ഡ്യൂ ടു എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സം അതർ മൂവിംഗ് ചാർജസ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡും ആ റീജിയനിൽ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇന്ററാക്ട് ചെയ്യും. ആ ഇന്ററാക്ഷനിൽ ആ മൂവിംഗ് ചാർജ് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് നെയിംഡ് ആസ് മാഗ്നറ്റിക് ഫോഴ്സ്. സോ ഹിയർ വി ഹാവ് ദ ഡെഫിനിഷൻ ഫോർ മാഗ്നറ്റിക് ഫോഴ്സ്: the force experienced by a moving charge due to a magnetic field produced by some other moving charges is called magnetic force. So ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് ഫോഴ്സ്. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കുക. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് ആ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ബി ആണ്. ബി ഇസ് ദ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സപ്പോസ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ക്യൂ ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ, നോക്കുക, ക്യൂ ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഈ മാഗ്നറ്റിക് ഫീൽഡില് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം with a velocity v, and theta is the angle between velocity vector and magnetic field vector. So ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി തീറ്റ ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് v വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ എന്തായാലും ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ F is equal to Q times V cross D. So this is the force experienced by a charged particle due to a magnetic field. Force ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പാർട്ടിക്കിളിന് ചാർജ് ഉണ്ടാവണം, അതിനൊരു വെലോസിറ്റി ഉണ്ടാവണം എന്ന് വെച്ചാൽ അത് മൂവ് ചെയ്യണം. സപ്പോസ് ഇവിടെ മൂവ് ചെയ്യുന്ന ഒരു ന്യൂട്രോൺ ആണെങ്കിലോ അത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല, ബിക്കോസ് ന്യൂട്രോൺ ഈസ് എ ന്യൂട്രൽ പാർട്ടിക്കിൾ. അതിന് ചാർജ് ഇല്ല. ഒരു പ്രോട്ടോണോ ഇലക്ട്രോണോ പോസിട്രോണോ ഡ്യൂട്രോണോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാകും? യെസ്, അതെന്ത് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. So listen, so force experienced by a charged particle, this magnetic field is given by F is equal to Q into V cross B. ഇതിന് നമുക്ക് എന്താ ഈ V cross B? വിയുടെയും വെലോസിറ്റിയുടെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചതല്ലേ? ക്രോസ് പ്രോഡക്റ്റിനെ കുറിച്ച് +1 കഴിഞ്ഞ വർഷം. Okay, so force, magnitude of force F is equal to, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? Q V B sin theta. V cross B എന്താണ്? VB sin theta. A cross B AB sin theta. V cross B എന്താണ്? VB sin theta. Where theta is the angle between velocity vector and magnetic field vector. Theta is the angle between velocity vector and magnetic field vector. So the magnitude of force experienced by a charged particle due to a magnetic field is given by QVB sin theta. ശ്രദ്ധിക്കുക, സപ്പോസ് ഈ ചാർജ്ഡ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻറ്റർ ചെയ്തത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് വിചാരിക്കുക. That means velocity vector and magnetic field vector are parallel to each other. If velocity vector and magnetic field vector are parallel to each other, രണ്ടും പാരലൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീറ്റ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. Or anti-parallel ആണെന്ന് വിചാരിക്കുക. If velocity vector and magnetic field vector are anti-parallel to each other, anti-parallel ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? Anti-parallel ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി, അതല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി.
ആണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാണെന്നുണ്ടെങ്കിലും തീറ്റ 0 അല്ലെങ്കിൽ 180 ആണെന്നുണ്ടെങ്കിൽ സൈനിന്റെ വാല്യൂ എന്താകും? 0 ആകും. Then the force experienced by this charged particle will be 0. അപ്പൊ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പാരലൽ ആയിട്ട് എൻറ്റർ ചെയ്താൽ, അല്ലെങ്കിൽ ആന്റി പാരലൽ ആയിട്ട് എൻറ്റർ ചെയ്താൽ, അല്ലെങ്കിൽ സപ്പോസ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെയാ മൂവ് ചെയ്യുന്ന വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയാ മൂവ് ചെയ്യുന്ന വിചാരിക്കുക, രണ്ടാണെന്നുണ്ടെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ: ചാർജ് ഉണ്ടെങ്കിലേ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ, വെലോസിറ്റി ഉണ്ടെങ്കിലേ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. വെലോസിറ്റി ഉണ്ടായാലും പോരാ, ആ വെലോസിറ്റി എങ്ങനെയാവരുത്? മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആവാനോ ആന്റി പാരലൽ ആവാനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് തീറ്റ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ദാറ്റ് മീൻസ് വെലോസിറ്റി വെക്ടർ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ തീറ്റ എന്തായിരിക്കും? then theta will be 90 ഡിഗ്രി. തീറ്റ 90 ആണെന്നുണ്ടെങ്കിൽ സൈനിന്റെ വാല്യൂ എന്തായി? മാക്സിമായി. അത് എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് F is equal to QVB. This is the maximum force that can be experienced by a charged particle due to a magnetic field. So ഇതാണ് അതിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫോഴ്സ്. സോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. തീറ്റ ആംഗിൾ മൂവ് ചെയ്യുന്നെങ്കിൽ, ഇനി ആംഗിൾ 0 അല്ലെങ്കിൽ 180 ആണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ, അഥവാ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണെങ്കിൽ, ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഫോഴ്സ് അത് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് വിൽ ബി QVB. ഓക്കെ. ഇനി ഇത് കൂടാതെ നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ വെക്ടർ എ എന്ന് പറയുന്നത് വെക്ടർ ബി ക്രോസ് സി ആണെങ്കിൽ, വെക്ടർ എ എന്ന് പറയുന്നത് ബി ക്രോസ് സി ആണെങ്കിൽ, ഈ എയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വെക്ടർ ബി ആൻഡ് വെക്ടർ സി. ഇതാണ് വെക്ടർ ബി എന്ന് വിചാരിക്കുക, ഇതാണ് വെക്ടർ സി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വെക്ടർ എന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ ബിയും സിയും അടങ്ങിയ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ ബോർഡിൽ നിന്ന് പുറത്തോട്ടായിരിക്കാം, അല്ലെങ്കിൽ ബോർഡിന് അകത്തോട്ടായിരിക്കാം. ഒന്നുകിൽ പുറത്തോട്ടായിരിക്കാം, അല്ലെങ്കിൽ അകത്തോട്ടായിരിക്കാം. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഓർക്കുന്നുണ്ടോ? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് വെച്ചാല് ബി ക്രോസ് സി ആണ്. അപ്പൊ ബിയിൽ നിന്ന് സിയിലോട്ട്, വെക്ടർ ബിയിൽ നിന്ന് വെക്ടർ സിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്ക്രൂ തിരിക്കുക. സ്ക്രൂ തിരിക്കുന്ന പോലെ സങ്കല്പിക്കുക. അപ്പൊ ഞാൻ ബിയിൽ നിന്ന് സിയിലോട്ട് സ്ക്രൂ ഇങ്ങനെ തിരിക്കുകയാണ്. ബിയിൽ നിന്ന് സിയിലോട്ട് സ്ക്രൂ തിരിക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ സ്ക്രൂ തിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്ക്രൂ തിരിക്കുമ്പോൾ സ്ക്രൂ അകത്തോട്ട് അങ്ങനെ കയറി പോവുക ചെയ്യുക. അപ്പൊ അകത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വെക്ടർ എന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അകത്തോട്ടാണ്. സപ്പോസ് ഈ സി എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് വിചാരിക്കാം. സി ഇങ്ങോട്ടാണ് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിച്ചാൽ പോരെ? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ തിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിക്കുമ്പോൾ എപ്പോഴും ചെറിയ ആംഗിൾ കിട്ടുന്ന രൂപത്തിൽ തിരിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ബി ടു സി ഇങ്ങനെ തിരിക്കാം. ബി ടു സി ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് സ്ക്രൂ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്ക്രൂ തിരിച്ച സ്ക്രൂ പുറത്തോട്ട് ഇങ്ങനെയല്ലേ വരിക? എന്ന് വെച്ചാൽ വെക്ടർ എ എങ്ങോട്ടായിരിക്കും? പുറത്തോട്ടായിരിക്കും. അപ്പൊ എന്തായാലും മനസ്സിലാക്കേണ്ടതാണ്, വെക്ടർ എ is equal to b cross c ആണെങ്കിൽ the direction of this vector a will be perpendicular to the plane containing vector b and vector c. അതുപോലെ നമുക്ക് ഇവിടെയും പറയാൻ പറ്റും, force is equal to q times v cross b. That means the direction of this magnetic force will be perpendicular to the plane containing velocity vector and magnetic field vector. Velocity vector num magnetic field vector num അഥവാ velocity vectorum magnetic field vectorum ഉൾക്കൊള്ളുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. സോ ഇവിടെ നോക്ക്, ഇവിടെ വെലോസിറ്റി ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പൊ നമ്മൾ സ്ക്രൂ തിരിക്കുമ്പോൾ ചെയ്യാം, വെലോസിറ്റിയിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡോട് സ്ക്രൂ തിരിച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും നമ്മൾ സ്ക്രൂ തിരിക്കുക. അപ്പൊ സ്ക്രൂ എങ്ങോട്ടാ പോവുക? അകത്തോട്ട് പോകും. എന്ന് വെച്ചാൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? അകത്തോട്ട്. So the direction of force will be always perpendicular to the plane containing velocity vector and magnetic field vector, and this direction is given by right hand screw rule. Okay, വേറെ റൂളും കൂടെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും.
സപ്പോസ് വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കാം. വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ റൂൾ നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റും. സോ ഞാൻ ആ കാര്യങ്ങൾ ഇവിടെ എഴുതി വെക്കാം. The direction of force will be perpendicular to the plane containing velocity vector and magnetic field vector. It is given by right hand screw rule. It is given by right hand screw rule. Okay, so magnetic field vector velocity vector perpendicular ആയിട്ടായിരിക്കും ആരുണ്ടാവുക, ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, റെഡി? ഇനി നോക്കാം. ഇനി സപ്പോസ് വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. If velocity vector and magnetic field vector are perpendicular, then direction of force is given by Fleming's left hand rule. Fleming's left hand rule. ശ്രദ്ധിക്കുക, ഈ കേസിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എന്നാലും ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നിങ്ങൾ 3 തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പും 4 ഫിംഗറും മിഡിൽ ഫിംഗറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. അതിൽ 4 ഫിംഗർ ഫീൽഡിന്റെ ഡയറക്ഷനിൽ, 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യാം. സെൻട്രൽ ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ നിങ്ങൾ എന്ത് ചെയ്യുക, വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ പിടിക്കുക. അപ്പൊ തമ്പ് ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, ആ ഡയറക്ഷനിലായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നുണ്ടാവുക, ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇതാ തമ്പ്, 4 finger in the direction of magnetic field, middle finger in the direction of velocity, then thumb gives the direction of force. Okay, for example, നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണല്ലോ വിചാരിക്കുക. ആ ചാർജ്ഡ് പാർട്ടിക്കിള് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക? ജസ്റ്റ് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇതാണ് വെലോസിറ്റി വെക്ടർ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നോക്കൂ, 4 ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെയല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ 4 ഫിംഗർ വെച്ചു. ഇനി വെലോസിന്റെ ഡയറക്ഷനിൽ എന്ത് വെക്കണം? മിഡിൽ ഫിംഗർ വെക്കണം. ആ മിഡിൽ ഫിംഗർ വെലോസിന്റെ ഡയറക്ഷനിൽ വെക്കണമെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ കൊണ്ടുപോയി വെക്കരുത്, തെറ്റിപ്പോയി. എന്താ കാരണം? 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ മാറാൻ പാടില്ല. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഫിക്സ് ചെയ്തിട്ട്, 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഫിക്സ് ചെയ്തിട്ട് മിഡിൽ ഫിംഗറിനെ വെലോസിറ്റി ഡയറക്ഷനിലോട്ട് മാറ്റാം. റെഡി? ഇപ്പൊ തമ്പ് എങ്ങോട്ടാണ് നിൽക്കുന്നത്? പുറത്തോട്ട്. ദാറ്റ് മീൻസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ ബി ഔട്ട്വേർഡ്സ്. അതെങ്ങോട്ടായിരിക്കും? പുറത്തോട്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യൂ. ഇനിയും ഇതിനെ കുറിച്ചുള്ള ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, റെഡി? നോക്കോളൂ.
ആ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുമ്പോൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നോട്ട് എഴുതിയെടുക്കാം. പിന്നെ ശ്രദ്ധിക്കാം, ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി വെക്ടർ. ഫോഴ്സിന്റെ ഡയറക്ഷൻ വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ what will be the work done by the magnetic force on a moving charge? Magnetic force ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? സീറോ അല്ലേ? കാരണം ഫോഴ്സും വെലോസിറ്റി വെക്ടറും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. സോ ഞാൻ എഴുതാൻ പോവാണ് work done by a very important point, work done by magnetic force will be zero. Work done by magnetic force will be zero. എന്താ കാരണം? Since force perpendicular to velocity. Okay, ഇത് വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നോക്കാം. ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആകുന്ന വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടോ? ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലേ? ഒരു സർക്കുലർ മോഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങനെ നോക്കിയേ? ഇത് സർക്കുലർ മോഷൻ. ഓക്കെ, ഇതാണ് പാർട്ടിക്കിൾ. വെലോസിറ്റി എപ്പോഴും ടാൻജൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സോ റേഡിയലി ഇൻവേർഡ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഫോഴ്സും വെലോസിറ്റിയും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഈ ഫോഴ്സിന് ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. യൂണിഫോം സർക്കുലർ മോഷനില് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. സ്പീഡ് എന്താണ്? എല്ലാ സമയത്തും കോൺസ്റ്റന്റ് ആണ്. അത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വെലോസിറ്റിയുടെ ഡയറക്ഷൻ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെ ഓരോ ഇതിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ കേസിൽ അത് ആ പാർട്ടിക്കിളിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യൂല, അല്ലെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യൂല. സോ ആ പോയിന്റ് കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യണം. Magnetic force cannot change the magnitude of velocity. Okay, so magnetic force cannot change the magnitude of velocity. Clear? Okay, ഇനി നോക്കുക. ഇത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റിലോട്ട് പോകാം. നോക്കൂ, ശ്രദ്ധിക്കുക. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ആണ് B. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കൂ. F is equal to QVB. എന്ന ഇക്വേഷൻ നമ്മൾ കണ്ടതാണല്ലോ. F is equal to QVB. ഇത് നമുക്ക് എഴുതാൻ പറ്റും. B is equal to F divided by QV. V എന്താണ്? വെലോസിറ്റി. സോ ഇത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ പറയാൻ പറ്റും. എന്താ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? വരിക? യെസ്, ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതാം. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ന്യൂട്ടൺ പെർ കൂളോം മീറ്റർ per second. ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോമീറ്റർ. റെഡി അല്ലേ? കുഴപ്പമില്ലല്ലോ. ഈ ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോമീറ്ററിനെ നമുക്ക് ടെസ്ല എന്ന് വിളിക്കാൻ സാധിക്കും. എന്താണ് ടെസ്ല? ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോമീറ്റർ, അതാണ് എന്ത്? ടെസ്ല. സോ ദ ഇന്റൻസിറ്റി ഓഫ്
the SI unit of intensity of magnetic field is Tesla. Capital T വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. സയന്റിസ്റ്റിന്റെ പേരാണ്. സയന്റിസ്റ്റിന്റെ പേര് യൂണിറ്റ് ആയി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് എഴുതണം, സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതണം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ക്യാപിറ്റൽ T വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ Tesla is the SI unit of magnetic field. CGS unit എന്ന് വെച്ചാൽ എന്താ? CGS unit of magnetic field എന്താ? CGS unit of magnetic field is Gauss. CGS unit of magnetic field is Gauss. Magnetic field CGS unit എന്ന് പറയുന്നത് ഏതാണ്? Gauss. And 1 Gauss is equal to 10 to the power minus 4 Tesla. 1 Gauss is equal to 10 to the power minus 4 Tesla. അഥവാ നിങ്ങൾക്ക് പ്രോബ്ലത്തിലൊക്കെ ഗോസിലാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ടെസ്ലയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, 10⁻⁻⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ് അഥവാ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഡ്യൂ ടു എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സം അതർ മൂവിംഗ് ചാർജസ്. The force in the vector form is F is equal to Q times V cross P, and the magnitude of force is given by F is equal to QVB sin theta. Q ഉണ്ടാവണം, ചാർജ് ഉണ്ടാവണം, വെലോസിറ്റി ഉണ്ടാവണം. ആ വെലോസിറ്റി എങ്ങനെ ആവരുത്? പാരലൽ ആവാനോ ആന്റി പാരലൽ ആവാനോ പാടില്ല. ചാർജ് പാർട്ടിക്കിൾ ഒരു തീറ്റ ആംഗിൾ ഉണ്ടാക്കിയിട്ട് വേണം മൂവ് ചെയ്യാൻ. മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ആംഗിൾ ആയിരിക്കണം മൂവ് ചെയ്യേണ്ടത്? 90 ഡിഗ്രി. വെലോസിറ്റിയും വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, പിന്നെ അത് നമ്മൾ ഈ വെക്ടർ ഫോമിൽ നിന്ന് കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ. ഓക്കെ, എങ്ങനെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ബി 0 because magnetic force and velocity vector are perpendicular. ഓക്കെ ഓക്കെ സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചായിരുന്നു, അഥവാ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ചായിരുന്നു. ഇനി ഒന്ന് ശ്രദ്ധിക്കാം. നോക്കുക, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഒരു ഇലക്ട്രിക് ഫീൽഡ്, ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇരിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഇ ആണ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ. ഇവിടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇരിക്കുന്നുണ്ട്. അതിന്റെ ചാർജ് Q ആണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇതാണ്ട് ഈ ഡയറക്ഷനിലായിരിക്കും. QE ആണ് ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇതിന്റെ ചാർജ് എത്രയെന്നാണ് പറഞ്ഞത്? Q. ഇനി ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ടുവേർഡ്സ് ദി പ്ലെയിൻ ഓഫ് ബോർഡ്. ഈ ബോർഡിന്റെ പ്ലെയിന് അകത്തോട്ടാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇത് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഇത് മൂവ് ചെയ്യും. സപ്പോസ് അത് മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനകത്ത്, അത് നേരെ മുകളിലോട്ട് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇത് മുകളിലോട്ട് മൂവ് ചെയ്യുന്നു, ഈ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇത് മുകളിലോട്ട് മൂവ് ചെയ്താൽ എന്താ സംഭവിക്കുക? ആ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. കാരണം മൂവിങ് ചാർജസ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവിങ് ചാർജസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് നമ്മൾക്ക് പഠിച്ചതേ ഉള്ളൂ. സോ ആ ഫോഴ്സ് എങ്ങനെ, ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാ വെലോസിറ്റി മുകളിലോട്ടാണ്, ഫീൽഡ് അകത്തോട്ടാണ്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ ഞാൻ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കുന്നുള്ളൂ. സോ വെലോസിറ്റി മുകളിലോട്ട്, ഫീൽഡ് ഇങ്ങോട്ട്. വി ക്രോസ് ബി ആണ്. വി ക്രോസ് ബി വെലോസിറ്റിയിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രൂ തിരിക്കണം. സോ വെലോസിറ്റി മുകളിലോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. സോ ഈ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് സ്ക്രൂ ഇങ്ങനെ തിരിക്കണം. സ്ക്രൂ തിരിക്കുമ്പോൾ എങ്ങോട്ട്? ഒരു ആന്റി ക്ലോക്ക് ഡയറക്ഷനിലാണ്. സ്ക്രൂ ഇങ്ങോട്ടാണ് വരിക, എന്റെ നേരെ വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ അതിന്റെ മുകളിൽ ഏത് ഫോഴ്സ് ഉണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫോഴ്സ് QVB ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യും.
യെസ്. അപ്പൊ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മുകളിൽ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. സോ ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ electrostatic force plus magnetic force. The net force experienced by this charged particle will be the vector sum of electrostatic force and magnetic force. Yes, രണ്ട് ചാപ്റ്റേഴ്സ് ഇവിടെ വെച്ച് കമ്പൈൻ ചെയ്യണം, ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസവും. ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസവും ഇവിടെ വെച്ചിട്ട് കമ്പൈൻ ചെയ്യണം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. Electrostatic force, net force is equal to എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഞാൻ ഇവിടെ എഴുതിയത് Q, മാഗ്നറ്റിക് ഫോഴ്സ് എന്താ QV അല്ലെങ്കിൽ Q into V cross V. ഓക്കെ, QE plus Q into V cross V. ഓക്കെ, ഇതാണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, കാരണം ഇതൊരു കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആൻഡ് ദിസ് ഫോഴ്സ്, which means the force experienced by the net force experienced by a charged particle, a moving charge in a combined electric and magnetic field is called as Lorentz force. Lorentz force. The force, the net force experienced by a charged particle in a combined electric and magnetic field is called Lorentz force. So നോക്ക്, ഞാൻ ഒന്നുകൂടി ഞാൻ ഇതിനൊന്ന് വൃത്തിയാക്കി എഴുതാൻ പോകണം, നോക്കിക്കോളൂ. സോ ഇതാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്, വെക്ടർ സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ഞാൻ Q മാറ്റി എഴുതാണ്, Q കോമൺ ആണല്ലോ. സോ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു Q times E plus V cross B. Q times E plus V cross B. Okay. So this is the net force experienced by a moving charge in a combined electric and magnetic field. സോ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ലോറൻസ് ഫോഴ്സ് എന്ന ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അതിന്റെ താഴെ ആദ്യം എഴുതി വെക്കുക the net force experienced by a moving charge in a combined electric and magnetic field is called Lorentz force. ഓക്കെ, എന്നിട്ട് അതിന് താഴെ വേണമെങ്കിൽ ഈ ഫിഗർ വരച്ചേക്കാം, നിർബന്ധമില്ല, ഈ സംഭവങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇവിടെ നമുക്ക് പറയാൻ പറ്റും പാർട്ടിക്കിളിന് ചാർജ്ഡ് ആയിരിക്കണം, പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. ഓക്കെ, സോ എന്തായാലും ലോറൻസ് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് സപ്പോസ് ഇവിടെ 0 ആയിരിക്കും. അപ്പൊ ഏത് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ? മാഗ്നറ്റിക് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫോഴ്സ്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നറിയാം. നേരത്തെ പറഞ്ഞ നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും വേണമെങ്കിൽ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. കാരണം മൂവിങ് ചാർജ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണെന്ത്? ലോറൻസ് ഫോഴ്സ്. ആ ചാപ്റ്റർ രണ്ട് ചാപ്റ്ററും പഠിച്ചിട്ട് കമ്പൈൻ ചെയ്തു, ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിക്സും. ഓക്കെ, ഇനി ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നെറ്റ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? ചാർജ് ഓഫ് ദി പാർട്ടിക്കിൾ, intensity of electric field, velocity of the particle and intensity of magnetic field. Okay, വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതിപ്പോ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കില്ല, ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. So the force experienced by a, ഈ പോയിന്റ് കൂടി നിങ്ങൾ ആഡ് ചെയ്തോളുക, the force experienced by a negatively charged particle will be opposite that of a positively charged particle. Positively charged particle experience ചെയ്യുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും ഭാഗത്ത് നമ്മളിപ്പോൾ രണ്ട് സംഭവങ്ങളാണ് കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞത്, മാഗ്നറ്റിക് ഫോഴ്സും ലോറൻസ് ഫോഴ്സും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി? ഓക്കെ, ഹിയർ വി ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ജസ്റ്റ് എ മാറ്റർ ഓഫ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദിസ് ഇസ് ജസ്റ്റ് ടു ഗെറ്റ് ഫെമിലിയർ വിത്ത് ദ equation of magnetic force. Okay,
So let's see. A proton moves in a magnetic field of intensity 0.1 Tesla at an angle of 30 degree with the field with a velocity of 2 times 10 to the power 5 meter per second. What's the magnetic force acting on the proton? So we have to find the magnetic force acting on the proton. So we have the equation for magnetic force. The magnitude of magnetic force is given by F equal to QVB sin theta. F is equal to QVB sin theta. And here we have the value of intensity of magnetic field. Intensity of magnetic field is 0.1 Tesla, and the angle between velocity vector and magnetic field vector theta is 30 degree, and the velocity of charged particle is also given. It is 2 times 10 to the power 5 meter per second. So here we have velocity, intensity of magnetic field, and the angle between velocity vector and magnetic field vector. And what about the value of Q? What about the charge of this particle? Yes, we have the particle is proton. And you should know the value of proton. The value of a single proton is E. That is 1.6 times 10 to the power minus 19 coulomb. You should know the value of proton to solve this question. So we have all the values. Now just a matter of substitution and solving. Okay, Q 1.6 times 10 to the power minus 19 times velocity 2 times 10 to the power 5 times B. What is the value of B? This is 0.1 Tesla. We can write it as 10 to the power minus 1 times sine 30 degree. Sine 30 degree. So this is equal to 1.6 times 10 to the power minus 19 times 2 times 10 to the power 5 times 10 to the power minus 1 times 1 over 2. So we can cancel these two. So 1.6, 10 to the power minus 1, 10 to the power minus 1, 10 to the power minus 19, 10 to the power minus 1, 10 to the power minus 20, 10 to the power 5, 10 to the power minus 15. So the answer is 1.6 times 10 to the power minus 15 Newton. Okay, here we have another question. See, charge of 2 coulomb moving with a velocity I plus 2j meter per second in a magnetic field 2I plus k Tesla. What is the magnetic force acting on the particle? കഴിഞ്ഞ ക്വസ്റ്റ്യന് ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ അതിന്റെ വെക്ടർ ഫോമിൽ തന്നിട്ടുള്ളത്. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അതിന്റെ ആ വെക്ടർ ഫോമിൽ ഇക്വേഷൻ എടുക്കേണ്ടി വരും. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ടൈംസ് വി ക്രോസ് ബി. റെഡി? ഈക്വൽ ടു ക്യൂ എത്രയാണ്? 2 ടൈംസ് എന്താ വെലോസിറ്റി I plus 2j ക്രോസ് the magnetic field എന്താ 2I plus k. ഇതിന്റെ കാര്യം തീരുമാനാക്കണം. ഓക്കെ, രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരിക്കും, ഡിറ്റർമിനന്റ് മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ ആദ്യം ഇതിന്റെ രണ്ടിന്റെയും കാര്യം തീരുമാനാക്കണം. ഓക്കെ, ഇത് ഇവിടെ നിൽക്കട്ടെ. I plus 2j cross 2I plus k. ഇതാ ഡിറ്റർമിനന്റ് മെത്തേഡാണ്. I ഇത്ര വലുത് വേണ്ടല്ലോ, വേണ്ട, j k. I ഇവിടെ 1 ആണ്. വെലോസിറ്റിയിൽ ജെന്റെ കമ്പൗണ്ട് എന്താണ്? ജെന്റെ കോഎഫിഷ്യന്റ് എന്താണ്? കെന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 0. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 2. ജെന്റെ കോഎഫിഷ്യന്റ് 0, കെന്റെ കോഎഫിഷ്യന്റ് 1. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? I ഇൻറ്റു ഈ റോയും ഈ കോളവും മറന്നു കളയാം. ബാക്കിയുള്ള ഇവരെന്ത് ചെയ്യാം? ഇതാ കണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അല്ലെ. 2 ഇൻറ്റു 1 2 മൈനസ് 0 ഇൻറ്റു 0 0 മൈനസ് ജെ ഇൻറ്റു ഈ കോളവും ഈ റോയും മറന്നു കളയാം. ബാക്കി എന്താണത്? 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു 0 0
പ്ലസ് കെ ഇൻറ്റു ഈ കോളവും ഈ റോയും മറന്നു കളയുക, ബാക്കിയുള്ളതിൽ പിടിക്കുക. 1 into 0 0 മൈനസ് 2 into 2 4. സോ എന്താണ്ടാവുക? ഈക്വൽ ടു 2i മൈനസ് j മൈനസ് 4k. റെഡി? സോ ഇതാണ് ഈ പറയുന്ന സാധനം 2i മൈനസ് j മൈനസ് 4k. സോ f is equal to 2 into 2i minus j minus 4k. Ready? Then this is equal to 4i minus 2j minus 8k. ഇതാണ് ഫോഴ്സ്. നമുക്കതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 ന്യൂട്ടൺ എഴുതി വെക്കാം. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് minus 2 square plus minus 8 squared equal to root of 4 square 16 plus minus 2 square 4 plus minus 8 square 64. This is equal to 64 plus 4 68 plus 16 68 78 84. So this is root of 84. This will be nearly 9.1 എന്നായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. 9.1 അങ്ങനെ പോകും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. A 2 mega electron volt deuteron moves at right angle to a uniform magnetic field of intensity 0.2 Tesla. Calculate the magnetic force acting on the deuteron. ഇവിടെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ഡാറ്റ മാത്രമേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഒന്ന് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താ കണ്ടുപിടിക്കാനുള്ളത്? മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? QVB sin theta. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് QVB sin theta. അതിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്, റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ നമുക്ക് അതിന് മനസ്സിലായി തീറ്റ 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആകെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ 2 സംഭവങ്ങളേ ഉള്ളൂ. പിന്നെ എനർജി. ഇതെന്ത് സാധനം? 2 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. എന്താ ഇലക്ട്രോൺ വോൾട്ട്? എനർജിയുടെ യൂണിറ്റ് ആണ്. നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ വോൾട്ട് എനർജിയുടെ യൂണിറ്റ് ആണ്. 2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ആരാണ് ആള്? ഡ്യൂട്രോൺ. എന്താ ഈ ഡ്യൂട്രോൺ എന്ന് പറയുന്ന സാധനം? 1H2. നിങ്ങൾക്കറിയാം അല്ലെ? പ്രോട്ടോണ്, ഡ്യൂട്രോണ്, ട്രൈട്രോണ് ഒക്കെ ഹൈഡ്രജന്റെ ഐസോടോപ്സാ. സോ ഇതാണ് ഡ്യൂട്രോൺ, ഡ്യൂട്ടീരിയം എന്ന് പറയാറുണ്ട്. സോ ഈ ഡ്യൂട്രോണിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാ ചോദിച്ചത്. ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് മാക്സിമം ഫോഴ്സ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതണം. ഫോഴ്സ് F is equal to, ഈ ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്യുന്നില്ല, ചെയ്യേണ്ട മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. F is equal to QVB. ഇതിൽ നമുക്ക് ആരൊക്കെ നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ കയ്യില് B ഉണ്ട്. വെലോസിറ്റി ഉണ്ടോ? ഇല്ല. ചാർജ് ഉണ്ടോ? ചാർജ് ഡയറക്ട്ലി നമ്മൾ തന്നില്ല, പക്ഷെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡ്യൂട്രോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഡ്യൂട്രോണിന്റെ ചാർജ്? ചാർജ് ഓഫ് ഡ്യൂട്രോൺ. ഡ്യൂട്രോൺ എന്ന് വെച്ചാൽ അതിൽ ആകെ ചാർജ് കൊടുക്കാൻ ഒരൊറ്റ പ്രോട്ടോൺ അല്ലേ ഉള്ളത്. ആ പ്രോട്ടോണിന്റെ ചാർജ് എന്താ? 1.6 into 10 to the power minus 19 കൂളോം അല്ലെ? ഇലക്ട്രോണിന്റെ ചാർജോ നെഗറ്റീവ് 1.6 into 10 to the power minus 19 കൂളോം. സോ ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ചാർജും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡ്യൂട്രോണിന്റെ ചാർജ് ആണ് കേട്ടോ അത്. അപ്പൊ ഇനി നമുക്ക് എന്ത് വേണം? വെലോസിറ്റി വേണം. എന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ എനർജി തന്നിട്ടുണ്ട്. ഈ എനർജി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കൈനറ്റിക് എനർജി ഓഫ് ഡ്യൂട്രോൺ ആണ്. സോ കൈനറ്റിക് എനർജി ഓഫ് ഡ്യൂട്രോൺ is equal to തന്നെന്താ? 2 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് മാറ്റണം. എന്താ ഇലക്ട്രോൺ വോൾട്ട്? എത്ര? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ എത്ര ജൂളാണ്? 1.6 into 10 to the power minus 19 ജൂൾ അല്ലെ? ഇതാണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ മെഗാ എന്താ? മെഗാ 10 to the power 6 അല്ലേ? സോ 1.6 into 10 to the power minus 19 into 10 to the power 6. അപ്പൊ എന്താ വരിക? 10 to the power minus 13 ജൂൾ. ഓക്കെ, സോ എനർജി
equal to 2 into 1.6 into 10 to the power minus 13 joule. So this is 2 times 1.6 times 10 to the power minus 13, that is 3.2 times 10 to the power minus 13 joule. ഇതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് mv squared is equal to 3.2 times 10 to the power minus 13. ഓക്കെ, ഇതിൽ നമ്മളിപ്പോ എന്താ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെലോസിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ആരറിയണം? നമുക്ക് മാസ് എന്താണെന്ന് അറിയണം. മാസ് ദേ നോക്കി, എത്ര ന്യൂട്രോണിന്റെ മാസ്? 2. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും കൂടിയതാണ് എന്ത്? ഒരു ഡ്യൂട്രോൺ. എന്താ ട്രിഷ്യം അല്ലെങ്കിൽ ട്രൈറ്റോൺ എന്ന് പറയുന്നത്? എന്താ? ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും. പ്രോട്ടോണും 2 ന്യൂട്രോൺ ആണെന്ത്? ട്രിഷ്യം. പ്രോട്ടോണും 1 ന്യൂട്രോൺ ആണെന്ത്? ഡ്യൂട്രോൺ എന്ന് പറയുന്നത്. സോ ഇവിടെ 2 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് എന്ത്? ഇതിന്റെ മാസ്. എത്ര? ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വെച്ചാൽ, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വെച്ചാൽ എത്ര കിലോഗ്രാമാ? 1.67 ടൈംസ് 10 to the power minus 27 kilogram. സോ ഇതെന്തായിരിക്കും വരിക? 2 into 1.67 times 10 to the power minus 27 kilogram. സോ നിങ്ങൾക്ക് ഇവിടെ ഈ മാസ് കൊടുത്താൽ വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.